മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ എത്തിയല്ലേ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. എന്നാലും നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് തോട്ട് റൈറ്റിംഗ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ക്യാരക്ടറിൻ്റെ തോട്ട്സ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ നമ്മളോട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ്. സോ തോട്ട്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും ഏതൊരു ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണോ നമ്മൾ തോട്ട്സ് എഴുതുന്നത്, സോ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഐ, മീ, ഞാൻ, എനിക്ക്, അതായത് അവരുടെ ചിന്തകളാണ് അല്ലേ. സോ ഐ, മീ പോലെയുള്ള ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് വേണം നമ്മൾ തോട്ട്സിൽ എഴുതാൻ. പിന്നീട് നമ്മളിത് ആ ക്യാരക്ടറിൻ്റെ ട്രൂ ഫീലിങ്സ് ആയിരിക്കണം, ആ സിറ്റുവേഷനിൽ ആ ക്യാരക്ടറിന് ഉണ്ടായ ഫീലിങ്സ് ആയിരിക്കണം തോട്ട്സിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റോറി ആയിട്ടുള്ള ഇവൻറ്റ്സ് അതിനോട് കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ ആ തോട്ട്സിൽ ഉണ്ടാക്കുക. ഈവൻ ബ്രോക്കൺ സെൻറ്റൻസുകൾ ആഡ് ചെയ്താലും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ തോട്ട് റൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തോട്ട്സ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി. ഇതുപോലെ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, കോൺവെർസേഷൻ, ഒത്തിരി ഡിസ്കോഴ്സസ് പഠിക്കാനുണ്ട്. സോ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഇംഗ്ലീഷിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ പ്രീയിങ് ഹാൻഡ്സ് ആയിട്ട് മിസ് വരുന്നുണ്ട് നാളെ കൃത്യം 7 മണിക്ക്. സോ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മൾ ലൈവിൽ കാണാം നാളെ കൃത്യം 7 മണി.